തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. രണ്ട് നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. UDF-നെ സംബന്ധിച്ച് ഡു ഓർ ഡൈ സിറ്റുവേഷനിലുള്ള 2 തെരഞ്ഞെടുപ്പുകളാണ്. ഇനി അധികം സമയങ്ങളൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെയും അദ്ദേഹം കോട്ടയത്ത് ഒരു പരിപാടി നടത്തിയപ്പോൾ അദ്ദേഹം ടീം UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെയാണ്, ടീം UDF. അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് പല ഉപതെരഞ്ഞെടുപ്പുകളിൽ. അദ്ദേഹം ഇന്നലെയും പറഞ്ഞൊരു ആത്മവിശ്വാസമുണ്ട്, എന്താ പറയുക, UDF-ന്റെ അണികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ കോൺഫിഡൻസ് ഉണ്ട്. UDF ശക്തമായിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തും, 100 സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ എത്രത്തോളം കോൺഫിഡന്റോട് കൂടിയാണ് സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നത് എന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കുന്നത്? എത്രത്തോളമാണ് കോൺഗ്രസിന്റെ ഈ 2 തെരഞ്ഞെടുപ്പുകളിലെയും ഒരു സാധ്യത? അല്ല, ഇതില് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ വലിയ മാർജിനിലാണ് ജയിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മളാണ് കൂടുതൽ സീറ്റുകൾ ജയിക്കുന്നത്. നമുക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ്. ഇപ്പം നമ്മൾ തോറ്റ ഒരേ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് ചേലക്കരയാണ്. അവിടെ പോലും 40,000 വോട്ടിൽ നിന്ന് അവരുടെ ഭൂരിപക്ഷം 12,000 കുറയ്ക്കാൻ പറ്റി. 22,000 വോട്ട് അവരുടെ കുറയ്ക്കാൻ പറ്റി എന്ന് മാത്രമല്ല, നമ്മൾ അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുനമ്പം സമരത്തെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ മോർച്ച ഒരു നോട്ടീസ് അടിച്ച് ഈ ചേലക്കര മണ്ഡലത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് നോട്ടീസ് പ്രചരണം നടക്കുകയും ഒരു പ്രത്യേക രീതിയിൽ ആ പ്രചരണം നടത്തി. അങ്ങനെ BJPക്ക് ഒരു 12,000 വോട്ട് അഡീഷണൽ. ഈ 12,000 വോട്ട് ഭരണവിരുദ്ധ വോട്ട് തന്നെയാണ്. കോൺഗ്രസിന് 2 വോട്ടുകൾ, CPM-ന് ചെല്ലൂല്ല. എന്തായാലും CPM വിരുദ്ധ വോട്ടാണ്. ആ 12,000 വോട്ടിനെ ഈ മുനമ്പത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ BJP കൊണ്ടുപോയപ്പോഴാണ് അവിടെ CPM ജയിച്ചത്. അല്ലെങ്കിൽ ചേലക്കര പോലും അവർ തോറ്റുപോയത്. ഇതെല്ലാം നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസം. പിന്നെ ഇന്നലെ ഞാൻ ഇടുക്കി ജില്ലയിലെ ചക്കുവള്ളം എന്ന് പറഞ്ഞ പഞ്ചായത്തിലെ ഒരു പരിപാടിക്ക് പോയി. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെട്ടു, ഇങ്ങനെ സംസാരിച്ചു ഒക്കെ പോയി. അയാൾ മാരാരിക്കുളത്താണ് വീട്. അയാൾ അവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ ഈ ബോർഡ് കണ്ടിട്ട് ഈ ഹോളിൽ വന്ന് കണ്ടിട്ട് സംസാരിച്ച് പരിചയപ്പെട്ട അയാൾ CPM-കാരനാണ്. അയാൾ ആ ഹോളിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ കൺവെൻഷൻ നടക്കുന്നിടത്ത് വന്ന് കണ്ട് പരിചയപ്പെട്ട് ഫോൺ നമ്പറും മേടിച്ച് സംസാരിച്ചിട്ട് ഞാനൊരു CPM-കാരനാണെന്ന് കൂടി പറഞ്ഞിട്ട് പോകുമ്പോൾ അത് നൽകുന്നൊരു മെസ്സേജ്, കേരളത്തിൽ CPM-ന്റെ അണികൾ CPM-ന് വോട്ട് ചെയ്യില്ല, 100% ഉറപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാണിക്കുന്നതാണ്. BJP-യിലേക്ക് വോട്ട് പോകാനുള്ള സാഹചര്യം കേരളത്തിൽ BJP-യും CPM-ഉം കൂടി ഉണ്ടാക്കി വെച്ചു. അത് BJP-ക്ക് ഗുണം കിട്ടി, CPM-ന് ദോഷമാണ് ഉണ്ടായത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇനി ഇപ്പോൾ ഇത് CPM ഇത് കൃത്യമായിട്ട് സെൻസ് ചെയ്തുകൊണ്ടാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇപ്പൊ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. മതസാമുദായിക നേതാക്കന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും, വികസന സദസ്സുകൾ ഇതൊക്കെ നടത്തും. ഞാൻ പറയുന്നത് ആശാവർക്കർമാർ ഒരു സദസ്സ് നടത്തണം, പെൻഷൻ കിട്ടാത്തവരൊരു സദസ്സ് നടത്തണം, ക്ഷേമനിധി കിട്ടാത്തവരൊരു സദസ്സ് നടത്തണം, അതായത് ഈ PSC റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളുടെ ഒരു സദസ്സ് നടത്തണം. ഇവരെയൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണം വികസനം ഉണ്ടെന്ന്. ഇവരൊക്കെ ബോധിപ്പിക്കണമല്ലോ. പാചക തൊഴിലാളികൾക്ക്, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് വികസന സദസ്സ് നടത്തണം, ഹെഡ് മാസ്റ്റർമാർക്ക് വികസന സദസ്സ് നടത്തണം, ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഓരോ മേഖല എടുത്തോട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാമുദായിക നേതാക്കന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്തി കഴിയുമ്പോൾ ഇവരെന്നാ സാധാരണക്കാരെ തൃപ്തിപ്പെടുത്താൻ വരുന്നത്? ഇനി ആകെ 4-5 മാസമല്ലേ ഉള്ളൂ. എന്നാ ഇവർ തൃപ്തിപ്പെടുത്താൻ വരുന്നത്? ഞാൻ പറയുന്നത് ഇതെല്ലാം CPM-ന് 9.5 വർഷം ഭരിച്ചിട്ട് അവർക്ക് ജയിക്കാൻ ഒരു സാധ്യതയും കാണാതെ വരുമ്പോഴാണ് ഇവർ ഈ പൊളിറ്റിക്സിലേക്ക് പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവാണ് ഇത് ചെയ്തതെങ്കിൽ അയാൾ ഹിന്ദു ആണെങ്കിൽ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചാൽ, അയാൾ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ, ഇവരിതൊക്കെ ചെയ്യുമ്പോൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നുള്ളൊരു വാക്കും പറയും, എന്തും ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയണം. വെളിച്ചെണ്ണയ്ക്ക് ഈ കഴിഞ്ഞ ഓണക്കാലത്ത് 450 രൂപയുടെ അടുത്ത് വിലയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ് അതിനെതിരെ സംസാരിച്ചോ? രൂക്ഷമായ വിലക്കയറ്റത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ നട്ടം തിരിയുന്നുണ്ട്. എത്ര സാമുദായിക നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ട്? തെരുവിൽ നമ്മുടെ കുട്ടികളെ പേനായ്ക്കൾ നിരന്തരം കടിച്ചു കൊല്ലുന്ന കാഴ്ചയുണ്ട്. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? വൈദ്യുതി ചാർജ്, വെള്ളക്കരം, ഭൂനികുതി, കെട്ടിട നികുതി ഇതൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ ഒരാളും മിണ്ടുന്നില്ല. പെൻഷൻ കിട്ടാതെ വരുമ്പോൾ മിണ്ടുന്നില്ല. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ഒരു ജോസഫ് ഏട്ടൻ ആത്മഹത്യ ചെയ്യുന്നത് പെൻഷൻ കിട്ടാതെ ഗതികെട്ട് മരുന്ന് മേടിക്കാൻ പറ്റാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. കേരളത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ മേഖല എടുത്തോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ചെറുപ്പക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ യുവാക്കളായിക്കോട്ടെ, PSC റാങ്ക് ലിസ്റ്റിലുള്ളായിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസം, ഏത് മേഖല എടുത്താലും
തകർച്ചയാണ്, സാമ്പത്തികമായിട്ട് തകരുന്നു. ഈ തകർച്ചയിൽ ഒന്നും മിണ്ടാത്ത ആളുകൾ ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ പിണറായി വിജയനാണ് ഇനിയും മുഖ്യമന്ത്രിയാകേണ്ടത്, പിണറായി അല്ലാതെ ഒരാളും അപ്പുറത്ത് പോലും യോഗ്യനായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർ ജനങ്ങളെ കാണുന്നില്ല. ഇവരുടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമായിരിക്കും. സാധാരണക്കാർക്ക് എന്ത് കിട്ടുമെന്ന് സാധാരണക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ച് ചതിച്ച ഒരു സർക്കാർ 9.5 വർഷമായി കഴിയുമ്പോൾ മതസാമുദായിക നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ സംഗമങ്ങൾക്കപ്പുറം, പൗരപ്രമുഖർക്ക് വലിയ വിലയുടെ പ്രാതൽ കൊടുക്കുന്നതിനപ്പുറം സാധാരണക്കാർക്ക് ഒന്നും കിട്ടുന്നില്ലെന്ന് തിരിച്ചറിവ് അവർക്കോട്ട്. CPM അണികൾ പോലും അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയത്. പിണറായി വിജയനെ കാണിച്ചിട്ട് എന്താ ജയിക്കാൻ പറ്റാത്തത്? പിണറായി വിജയന്റെ സ്വന്തം നാട്ടില് പിണറായിലെ പാറപ്പുറത്തെ ബൂത്തിൽ പോലും കെ സുധാകരന് 22 വോട്ട് അധികം കിട്ടി. അതായത് പിണറായി വിജയന്റെ അയലക്കാരിൽ 22 പേര്, മാർസിസ്റ്റുകാർ 22 പേര് കെ സുധാകരന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തെന്ന് അതിന്റെ അർത്ഥം. കേരളമെമ്പാടും ഈ ട്രെൻഡ് കൊണ്ട് കോൺഗ്രസ് ജയിക്കും. പിന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന ടീം UDF, ഇത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറയുന്നത്, ഇത് ഒരാളുടെ ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ, ഒറ്റയാൾ പോരാട്ടമല്ല, എല്ലാവരും കൂട്ടായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ ജയത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. എന്ന് വെച്ചാൽ ഇത് കോൺഗ്രസിന്റെയോ UDFിലെ മറ്റു ഘടകകക്ഷികളുടെ മാത്രം വിജയമല്ല. ഇത് പിണറായി വിജയനെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള സർവ്വസാധാരണക്കാരുടെയും വിജയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസ്സുകാരിയിലുണ്ടായ കോൺഗ്രസ്സുകാർ മക്കൾ മാത്രമല്ല നമുക്ക് വോട്ട് ചെയ്തത്, UDFുകാർ മാത്രമല്ല നമുക്ക് വോട്ട് ചെയ്തത്. പുതുപ്പള്ളിയിൽ നമ്മുടെ ഭൂരിപക്ഷം 4 ഇരട്ടിയും, പാലക്കാട് 6 ഇരട്ടിയും, തൃക്കാക്കരയിൽ അത് ഇരട്ടിയും ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ചേലക്കരയിൽ വോട്ട് കുറയുന്നുണ്ടെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും. ഇതൊരു പ്രതീക്ഷ മാത്രമല്ല, ഈ സാധാരണ മനുഷ്യരുടെ അവസാന ആശ്രയം കൂടിയാണ് കോൺഗ്രസ്. അത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കവർ ചെയ്യാനാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത്. ഈ PR വാർത്തയിലൂടെ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുക്കുന്നു, പഴയ മാധ്യമ സഖാക്കന്മാരെ കൊണ്ട് അവർ ചാനലുകൾ തുടങ്ങിക്കുന്നു, എല്ലാ രീതിയിലും പ്രചരണം നടത്തുന്നു. ഈ ഒരിക്കൽ ഒരു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി അടുത്ത തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചാൽ പരാജയപ്പെടും. അത് ലോകം മുഴുവനുള്ള ഒരു തെളിയിക്കപ്പെട്ടൊരു വസ്തുതയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും PR വർക്കിലൂടെ അധികാരത്തിൽ വന്നു, ഈ തെരഞ്ഞെടുപ്പിലൂടെയും വരാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ PR കൊടുക്കുന്ന പണം ഉണ്ടെങ്കിൽ ലൈഫ് മിഷനിൽ വീട് കിട്ടാത്ത മനുഷ്യർക്ക് അടുത്ത ഗഡുവിന് പണം കൊടുക്കാം. അപ്പോൾ തന്നെ ഈ വർഗീയതയോടുള്ള ഒരു സമരസപ്പെടൽ കൂടി ഉണ്ടല്ലോ CPMന്റെ. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 വർഗീയവാദിയായിട്ട് മാറുകയാണ്. ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ വെറുതെ സ്ഥിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വന്നിറങ്ങുന്നത്. ആ വേദിയിൽ മന്ത്രി VN വാസവൻ വായിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 വർഗീയവാദികളിൽ ഒരാളായ യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശമാണ്. അദ്ദേഹം അത് പുളകം കൊണ്ടുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ ആ ഒരു CPMന്റെ ഇത് ഈ വർഗീയതയോട് സമരസപ്പെടുന്നതിന് പോലും ഒരു ഉടുപ്പില്ലായ്മ, അത് ഏത് രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബാക്ക്ഫയർ ചെയ്യുക? CPM എല്ലാ കാലത്തും കേരളത്തിലെ ആളുകളെ കേരളത്തിലെ പൊതുജനങ്ങൾ പൊതുവേ ലെഫ്റ്റ് മൈൻഡഡ് ആണ്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലെഫ്റ്റ് ആണ്. കോൺഗ്രസ് ഐഡിയോളജിക്കലി തന്നെ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷൻ പറയുന്ന കാര്യം, നമ്മൾ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനാണ് ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ നിലപാട്. ചില ആളുകൾ വ്യക്തിപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിന്റെ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനിങ് ആണ് ആശയപരമായിട്ട്. കേരളത്തിലെ CPM അവർ ആണ് ലെഫ്റ്റിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ CPMന് പറ്റുന്നൊരു പാളിച്ചയാണ്. 9.5 വർഷം ഭരിച്ച ഒരു സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഞങ്ങൾ ശബരിമലയിൽ അയ്യപ്പന്റെ കൂടിയാന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം സംഘപരിവാർ സംഘടനകളൊക്കെ കൂടിയിട്ട് അടുത്ത സ്ഥലത്ത് നടത്തും. ഞാൻ പറയുന്ന പമ്പയിലും അല്ലെങ്കിൽ പന്തളത്തും അല്ല, സന്നിധാനത്തിരിക്കുന്ന അയ്യപ്പന്റെ മനസ്സിൽ എന്താണെന്ന് കൂടി മനസ്സിലാക്കട്ടെ. സന്നിധാനത്തിരിക്കുന്ന അയ്യപ്പനെ ആക്ഷേപിച്ചത് പിണറായി വിജയന്റെ സർക്കാരാണ്. ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇട്ട് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ച് ആചാരലംഘനത്തിന് നേതൃത്വം കൊടുത്തവർ. മോൻസൺ മാവുങ്കലിന്റെ ചെമ്പോലയെ ആധാരമാക്കിക്കൊണ്ട് ആചാരലംഘനത്തിന് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത പിണറായി വിജയൻ സർക്കാർ. 2018 പ്രളയകാലത്ത് വെള്ളം പൊങ്ങി എല്ലാ നദികളും കരകവിഞ്ഞപ്പോൾ മാളികപ്പുറത്തിന്റെയും അയ്യപ്പന്റെയും കല്യാണം കഴിഞ്ഞു, നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള കൺസെപ്റ്റ് തകർന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച M സ്വരാജിനെ തിരുത്താത്ത CPM അല്ലേ? 25,000-ഓളം 2,600-ഓളം കേസുകൾ എടുത്ത് 25,000-ഓളം മനുഷ്യരെ പ്രതിയേർത്ത് കുറെ പേരെ ജയിലിലിട്ട് ആക്രമിച്ച് അധിക്ഷേപിച്ച കലാപകലുഷിതമായ സാഹചര്യം സൃഷ്ടിച്ച പിണറായി വിജയന്റെ സർക്കാർ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ട്?